പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിൽ ചില അഭിമുഖങ്ങൾ, ഇൻ്റർവ്യൂ പല ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, ഒരു അഭിമുഖം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കാണുകയുണ്ടായി. ദാമ്പത്യ ജീവിതത്തിൽ നീണ്ട 68 വർഷങ്ങൾ പിന്നിട്ട ദമ്പതികളെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ, ഒരു അഭിമുഖമായിരുന്നു അത്. അവരെ ഇൻ്റർവ്യൂ ചെയ്ത PR ഏജൻസി ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമായിരുന്നു: ഹൗ ഡിഡ് യു മാനേജ് ടു സ്റ്റേ ടുഗെദർ ഫോർ ദ പാസ്റ്റ് 68 years? അതിന് അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: We were born in a time. If something was broken, we would fix it and not throw it away. ഞങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും വസ്തു ഉടഞ്ഞു പോയാൽ ഞങ്ങളത് ചേർത്ത് വെച്ച് ഉറപ്പിക്കുമായിരുന്നു, ഒട്ടിക്കുമായിരുന്നു. ഒരിക്കലും അത് വലിച്ചെറിഞ്ഞ് കളിയുമായിരുന്നില്ല. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണിവ. എനിക്ക് തോന്നുക ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. കാരണം ഇന്ന് പലപ്പോഴും മാനുഷിക ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക വലിച്ചെറിഞ്ഞ് കളയുക എന്നതുപോലെ ആയി മാറിയിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദാമ്പത്യ ബന്ധങ്ങളുടെ പരിഭാവനതയെക്കുറിച്ച് ഈശോ പ്രബോധനം നൽകുകയാണ്. കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു. പുരുഷൻ പിതാവിനെയും മാതാവിനെ വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അതായത് ദാമ്പത്യം, കുടുംബജീവിതം അത്രമേൽ പരിപാവനമാണെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ തന്നെയാണ് രണ്ടാം വത്തിക്കാൻ സിനോദോസ് കുടുംബത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്: കുടുംബം ഗാർഹിക സഭയാണ്. ഫാമിലി ഈസ് എ ഡൊമസ്റ്റിക് ചർച്ച്. എന്നാൽ കുടുംബം ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പലപ്പോഴും മധുവിധ അനുഭവങ്ങൾ മരുഭൂമി അനുഭവങ്ങളായിട്ട് മാറുന്നു. ദാമ്പത്യ ജീവിതത്തിലെ ആദ്യത്തെ നല്ല നാളുകൾ, സമൃദ്ധിയുടെ നാളുകൾ കുറച്ച് കഴിയുമ്പോൾ സ്മൃതിയുടെ നാളുകളായി മാറുന്നു. പിന്നീട് വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ മൃതിയുടെ നാളുകളൊക്കെ ആയിട്ട് മാറുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു മുഖ്യധാര മാസികയിൽ 25 മുതൽ 45 വയസ്സ് വരെയുള്ള 300 ദമ്പതികളിൽ നടത്തപ്പെട്ട ഒരു സർവേ അനുസരിച്ച് 54% ദമ്പതികൾ ദാമ്പത്യ ജീവിതത്തിൽ ഒട്ടും സംതൃപ്തരല്ല. 29% ദമ്പതികൾ വല്ലപ്പോഴും മാത്രം. 17% മാത്രമാണ് ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തരായിട്ടുള്ളവർ. ഈ കഴിഞ്ഞ നാളുകളായിട്ട് കുടുംബ കോടതികളിൽ കേസുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. ഭർത്താവിൻ്റെ കൂർക്കം വലിയും അതുപോലെ തന്നെ വായനാറ്റവും വരെ ബന്ധങ്ങൾ വേർപ്പെടുത്തുവാനുള്ള കാരണങ്ങളായിട്ടിന്ന് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുവാനുള്ള കാരണങ്ങൾ എന്താണ്? ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ അതിനുള്ള ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മാർക്കോസ് 10:10 നമ്മൾ വായിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. അതായത് മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണം. ഒരിക്കൽ വിവാഹ ഒരുക്ക സെമിനാർ വേളയിൽ ഒരു യുവതി ക്ലാസ് നയിക്കുന്ന വൈദികനോട് ചോദിച്ചു, അച്ചോ, സന്തുഷ്ടകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്, വിജയകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് എന്താണ് വേണ്ടത്? വൈദികൻ ആ യുവതിയോട് പറഞ്ഞു, നീ തന്നെ മറുപടി പറയുക, നിനക്കെന്ത് തോന്നുന്നു? ആ യുവതി പറഞ്ഞു, അച്ചോ, എനിക്ക് തോന്നുക സന്തുഷ്ടകരമായിട്ട് ദാമ്പത്യ ജീവിതത്തിന്, വിജയകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് വേണ്ടത് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നാണ്. അച്ഛൻ പറഞ്ഞു, നിൻ്റെ ഉത്തരം തെറ്റാണ്. നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുകയല്ല, മറിച്ച് നല്ലൊരു ജീവിത പങ്കാളിയായി മാറുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം, കണ്ടെത്തുന്നതല്ല. പലപ്പോഴും കുടുംബജീവിതം പരാജയപ്പെടുവാനുള്ള കാരണം ഈ ഹൃദയ കാഠിന്യമാണ്. വിട്ടുകൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സില്ലാത്തതുകൊണ്ടാണ്.
തോറ്റുകൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സില്ലാത്തതുകൊണ്ടാണ്. സ്നേഹത്തിന് മുൻപിൽ തോറ്റുകൊടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, വിട്ടുകൊടുക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിലെ സുനാമി പോലെ വരുന്ന പല പ്രശ്നങ്ങളും വഴിമാറിപ്പോകും. കാരണം സ്നേഹം എല്ലാം സഹിക്കുന്നു, പൊറുക്കുന്നു, മറക്കുന്നു. 1 കൊറിന്തോസ് 13:1-13 വരെ വചനങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോയാണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളികളുടെ ഇടയിൽ ഈ വിട്ടുവീഴ്ചയുടെ സ്നേഹം, സഹിക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, തെറ്റുകൾ മറക്കുന്ന സ്നേഹം, അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉൾക്കൊള്ളുന്ന സ്നേഹം, ഈ സ്നേഹമുണ്ടെങ്കിൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറും. ഇങ്ങനെ സ്നേഹിക്കുവാൻ സാധിച്ചാൽ ജീവിതമെന്നും മധുവിധു അനുഭവങ്ങളായിട്ട് മാറും, മധുവിധു അനുഭവങ്ങളായിട്ട് നിലകൊള്ളും. ഞാൻ എന്നും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ബിഷപ്പ് ഹൗസിനടുത്തുള്ള ഒരു കോൺവെൻറ്റിലാണ്. എന്നും എന്നെ കോൺവെൻറ്റിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോകുന്ന അവിടുത്തെ ഡ്രൈവറോട് ഞാൻ ഒരിക്കൽ കുടുംബജീവിതത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നു, സ്നേഹമുണ്ടെങ്കിൽ എന്നും ഹണിമൂണായിരിക്കും. ജീവിതം അവസാനം വരെ ഹണിമൂണായിരിക്കും, മരണം വരെ ഹണിമൂണായിരിക്കും സ്നേഹമുണ്ടെങ്കിൽ. നസ്രത്തിലെ തിരുക്കുടുംബം ഇവിടെ സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ്. ഔസപിതാവ് ഉണ്ണിയേശുവിനെ മാതാവിനെ വളരെ സ്നേഹത്തോടെ കരുതലോടുകൂടെ പരിപാലിച്ചു. മാതാവാകട്ടെ ഔസപിതാവിനും ഉണ്ണിയേശുവിനെയും എല്ലാം മറന്നു സ്നേഹിച്ചു. ബാലനായിട്ടുള്ള ഈശോയാകട്ടെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലും വളർന്നു. ലൂക്കാ 2:52 നമ്മൾ വായിക്കുന്നു, അവർക്ക് വിധേയനായി ജീവിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ സ്നേഹം ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല വേണ്ടത്, ജീവിത പങ്കാളിയുടെ ഇടയിൽ മാത്രമല്ല ഉണ്ടായിരിക്കേണ്ടത്, മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടായിരിക്കണം. നമ്മുടെ ഓരോ കുടുംബങ്ങളും അങ്ങനെ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആയി മാറേണ്ടിയിരിക്കുന്നു. ഒപ്പം സുഹൃത്ത് ബന്ധങ്ങളിലും ഈ സ്നേഹം ഉണ്ടായിരിക്കണം. എൻ്റെ വ്യക്തിപരമായ അനുഭവം, സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വ്യക്തികളെ മാറ്റുവാൻ സാധിക്കുമെന്നതാണ്. മാത്രമല്ല, നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് നിർത്തുവാൻ കഴിയില്ല, നിർത്തുവാൻ സാധിക്കില്ല. പിന്നീട് അവരുടെ ചില തെറ്റുകൾ നമ്മൾ അറിയാതെ കണ്ണടയ്ക്കും. ആ വ്യക്തിയെ ഒരിക്കലും വെറുക്കില്ല. കുടുംബജീവിതത്തിലും സുഹൃത്ത് ബന്ധങ്ങളും ഇങ്ങനെ വ്യക്തികളെ സ്നേഹിക്കുവാൻ സാധിച്ചാൽ ബന്ധങ്ങൾ ഊഷ്മളോദമായിട്ട് മാറും. 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. വിജയകരമായിട്ടുള്ള കുടുംബജീവിതത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് വിശുദ്ധ മദർ തെരേസ എല്ലായ്പ്പോഴും പറയുമായിരുന്നു, എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എല്ലായ്പ്പോഴും ഒരുമിച്ച് നിലകൊള്ളും. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ, 3 കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ദാമ്പത്യ ജീവിതത്തിലെ 99% പ്രശ്നങ്ങൾ മാറും. ദാമ്പത്യ ബന്ധങ്ങളുടെയും മാനുഷിക ബന്ധങ്ങളുടെയും പരിപാവനത മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.